എനിക്ക് ഫസ്റ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാ മീഡിയാസിന്റെയും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്താണ് ഡിപ്രഷൻ എന്നും അതെങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ടൈമിൽ ഇത്രയും ഒന്നും പോപ്പുലർ അല്ല ഈ ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഡിപ്രഷൻ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടം നമ്മളെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, നമുക്ക് പിന്നെ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന സിറ്റുവേഷനിലാണ്, നമുക്കൊരു വാല്യൂ ഇല്ലാതെ പോകുന്ന സമയത്താണ് നമ്മൾ പലരും ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലൊരു സ്റ്റേജിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫീൽ ചെയ്യണം ഞാൻ ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിന്റെ സിംറ്റംസ് എന്ന് പറയാം. അത് ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഫുൾ ടൈം ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് റീസൺ, ഇങ്ങനെ ചുമ്മാ വിഷമിച്ചിരിക്കണം എന്താണെന്ന് പറയുന്നത്, നമുക്ക് അവരുടെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, ആ ഒരു രീതിക്ക് നമുക്കൊരു സങ്കടം വരിക. ഫുൾ ടൈം ഡേ ബൈ ഡേ നമ്മളിങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തും ഇമോഷണലി നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം നമുക്ക് സങ്കടമായിരിക്കും, ചുമ്മാ ഇരുന്ന് കരയുക. പിന്നെ നമ്മൾ അതുവരെ നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് പെട്ടെന്ന് പാട്ടിനോടുള്ള താല്പര്യമേ പോയി കേൾക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് പോയി മാറിയിരിക്കുക. ആ ടൈമിൽ ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെന്താണ്, നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ് അതുവരെ എന്തായിരുന്നു അത് തന്നെയാണ് ആ സ്റ്റേജിലും. പക്ഷേ നമുക്ക് തോന്നും നമ്മൾ മാത്രമാണ് ഇത്രയും പൊട്ടായിട്ട് ജീവിക്കണം, നമുക്ക് മാത്രമാണ് ഇത്രയും ദുഃഖം, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ, ബാക്കി എല്ലാവരും അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, അവർക്കെല്ലാം ഓക്കെ ആണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ മാത്രം ഇങ്ങനെ ആക്കി എന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതൽ നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും.